മർച്ചന്റ് നേവിയിൽ സാലറി എത്രയൊക്കെയാന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളവർക്കും ആ നേവിയിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും മർച്ചന്റ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. ഞാൻ ദിലീപാണ് സംസാരിക്കുന്നത്. മർച്ചന്റ് നേവി ഒരു സ്വപ്നമായിട്ട് ഇരിക്കുന്നവർക്കും മർച്ചന്റ് നേവിയിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും മർച്ചന്റ് നേവിയിൽ സാലറി എത്രയൊക്കെയാന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളവർക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മർച്ചന്റ് നേവിയിൽ എത്രയാണ് സാലറി കിട്ടുന്നത്, ഏതൊക്കെ റാങ്കിലാണ് സാലറി കിട്ടുന്നത്, പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ഷിപ്പിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സാലറി ഇംപ്രൂവ്മെന്റും ഇൻക്രീസും ഒക്കെ വരുന്നത്, കാര്യങ്ങളെ കുറിച്ച് വിശദീകരണമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യുന്നത്. മർച്ചന്റ് നേവിയിൽ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഷിപ്പിനെ തിരിക്കാം. അതായത് ഡ്രൈ കാർഗോ ഷിപ്സ്, ടാങ്കർ ഷിപ്സ്. ഡ്രൈ കാർഗോ ഷിപ്പിൽ ഒരു തരത്തിലുള്ള സാലറി ആയിരിക്കും, അതേപോലെ തന്നെ ടാങ്കർ ഷിപ്പിലും പലതരത്തിലുള്ള സാലറി ആയിരിക്കും. ഡ്രൈ കാർഗോ ഷിപ്പ് എന്ന് പറയുമ്പോൾ ബൾക്ക് കാരിയേഴ്സ്, കണ്ടെയ്നർ, റോറോ, പിന്നെ കോൾ കാരിയേഴ്സ്, അയൺ കാരിയേഴ്സ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വരുന്ന ഷിപ്സ് ആണ് ഈ ഡ്രൈ കാർഗോ എന്ന് പറയുന്നത്. ടാങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഓയിൽ കെമിക്കൽ ടാങ്കേഴ്സ്, പിന്നെ കെമിക്കൽ ടാങ്കർ, പ്രൊഡക്റ്റ് ടാങ്കർ, പിന്നെ VLCC, LPG, LNG ഇങ്ങനെയുള്ളതാണ് ഇതിലേക്ക് വരുന്നത്. സോ ഇങ്ങനെയുള്ള ഈ രണ്ട് തരത്തിലേക്കുള്ള ഇതിലേക്കും നമുക്ക് എത്രയാണ് സാലറി കിട്ടുന്നത് എന്ന് പറഞ്ഞാലോ. അപ്പൊ ഇതിൽ രണ്ടിലും നമുക്ക് നോക്കാം സാലറി എങ്ങനെയൊക്കെയാണെന്ന്. സോ ഡ്രൈ കാർഗോ ഷിപ്പിലും ടാങ്കേഴ്സിലും സാലറി പറയാം. ക്യാപ്റ്റനിൽ നിന്നും നമുക്ക് താഴേക്ക് വരാം. ഓക്കെ, അപ്പൊ ഡ്രൈ കാർഗോ ഷിപ്പിൽ നമുക്ക് ക്യാപ്റ്റന്റെയും ചീഫ് എഞ്ചിനീയറും സാലറി നോക്കാം. ഡ്രൈ കാർഗോ ഷിപ്പിൽ ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയർ സാലറി വരുന്നത് $8,000 മുതൽ $12,000 വരെയാണ് സാലറി വരുന്നത്. അതേ ടാങ്കേഴ്സിൽ പോവുകയാണെങ്കിൽ ക്യാപ്റ്റന്റെ സാലറിയും ചീഫ് എഞ്ചിനീയർ സാലറിയും $12,000 മുതൽ $20,000 വരെയാണ് പോകുന്നത്. ഡ്രൈ കാർഗോയിൽ സെക്കൻഡ് എഞ്ചിനീയറും ചീഫ് ഓഫീസറും സാലറി വരുന്നത് $6,000 മുതൽ $11,000 വരെ സാലറി വരും. അതേ ടാങ്കറിലേക്ക് പോവുകയാണെങ്കിൽ ചീഫ് ഓഫീസർക്കും സെക്കൻഡ് എഞ്ചിനീയർക്കും $8,000 മുതൽ $15,000 വരെ സാലറി പോകും. പിന്നെ വരുന്നത് ഡ്രൈ കാർഗോയിൽ നമ്മളെ തേർഡ് എഞ്ചിനീയറും സെക്കൻഡ് ഓഫീസറും, അവർക്ക് സാലറി വരുന്നത് ഏകദേശം $3,000 മുതൽ $5,000 വരെ ആണ് പോകുന്നത്. അതേ ടാങ്കേഴ്സിൽ പോവുകയാണെങ്കിൽ $4,000 മുതൽ $8,000 വരെ നമുക്ക് സെക്കൻഡ് ഓഫീസർക്കും തേർഡ് എഞ്ചിനീയർക്കും സാലറി കിട്ടാറുണ്ട്. ഡ്രൈ കാർഗോയിൽ ഫോർത്ത് എഞ്ചിനീയർക്കും തേർഡ് ഓഫീസർക്കും സാലറി പോകുന്നത് $1,500 മുതൽ $3,000 വരെയാണ് സാലറി പോകുന്നത്. പക്ഷെ ടാങ്കേഴ്സിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഓഫീസർക്കും പിന്നെ ഫോർത്ത് എഞ്ചിനീയർക്കും വരുന്നത് $2,500 മുതൽ $4,500 വരെ കിട്ടാറുണ്ട്. സോ ഇതൊക്കെയാണ് ഓഫീസേഴ്സിനുള്ളത്. ഇതിൽ ബിറ്റ്വീൻസിൽ വരുന്നതാണ് കാഡറ്റ്സ്. ഡെക്ക് കാഡറ്റ് ആയിക്കോട്ടെ, എഞ്ചിൻ കാഡറ്റ്സ് ആയിക്കോട്ടെ. ഇവർക്ക് ബൾക്ക് കാരിയേഴ്സ്, കണ്ടെയ്നർ പോലെയുള്ള ഷിപ്പിൽ ഡ്രൈ കാർഗോയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് വരുന്ന സാലറി എന്ന് പറയുന്നത് $300 മുതൽ $500 വരെയാണ് സാലറി പോകുന്നത്. ടാങ്കേഴ്സിലേക്കാണ് കാഡറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് $400 മുതൽ $800 വരെ കിട്ടാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് റേറ്റിംഗ്സിനൊക്കെ എത്രയാണ് സാലറി കിട്ടാറ്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാം പെറ്റി ഓഫീസറിൽ നിന്നും. പെറ്റി ഓഫീസർ എന്ന് പറയുമ്പോൾ ബോസൺ, പംമാൻ, ചീഫ് കുക്ക്, ഫിറ്റർ, ഇവരൊക്കെയാണ് പെറ്റി ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവർക്ക് ഡ്രൈ കാർഗോയിൽ കിട്ടുന്ന സാലറി എന്ന് പറയുമ്പോൾ $1,000 മുതൽ $1,800 വരെ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതേ ഇവര് ടാങ്കേഴ്സിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ $1,500 മുതൽ $2,500 വരെ, ഓരോ LNG ആണെങ്കിൽ $3,000 വരെ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ഓയിലർ ആൻഡ് AB. ഈ രണ്ട് കാറ്റഗറിയും ഒരേ ലെവലിലുള്ളതാണ്. ഇവർക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ കാർഗോയിൽ $1,000 മുതൽ $1,500 വരെയാണ് സാലറി വരുന്നത്. ഇവർ ടാങ്കറിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ $1,400 മുതൽ $2,200 വരെ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് വൈപ്പർ, പിന്നെ OS, GS, ഈ റാങ്കിലൊക്കെ വരുന്നവർക്ക്, അതായത് ട്രെയിനി അല്ലാതെ ഒരു സെയിൽ അടിച്ചിട്ട് അടുത്ത സെയിൽ ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ വരുന്ന സാലറി എത്രയാണെന്ന് വെച്ച് പറഞ്ഞുതരാം. അതായത് ഡ്രൈ കാർഗോ ഷിപ്പിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് $700 മുതൽ $1,000 വരെയാണ് ഡ്രൈ കാർഗോ ഷിപ്പിൽ കിട്ടുന്നത്. പക്ഷെ ഇവർ ടാങ്കേഴ്സിലേക്കാണ് പോകുന്നതെങ്കിൽ $800 മുതൽ $1,400 വരെ ഇവർക്ക് സാലറി കിട്ടും. അടുത്ത വരുന്നത് ട്രെയിനീസ്, അതായത് ട്രെയിനി OS, ട്രെയിനി വൈപ്പർ, കൂടാതെ ട്രെയിനി GS, ഇവർക്കൊക്കെ നമ്മൾ ബൾക്ക് കാരിയർ പോലെ ഡ്രൈ കാർഗോ ഷിപ്പിൽ കയറുകയാണെങ്കിൽ നമുക്ക് വരുന്നത് $250 മുതൽ
$500 വരെയാണ് സാലറി വരുന്നത്. പക്ഷേ നമ്മൾ ടാങ്കറിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് $400 മുതൽ $600 വരെ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിലൊന്നും പെടാത്തൊരു റാങ്കാണ് നമ്മളെ ETOയും പിന്നെ ഗ്യാസ് ടാങ്കറിൽ വരുന്ന ഗ്യാസ് എഞ്ചിനീയറും. ETO എന്ന റാങ്കിൽ നമ്മൾ ഡ്രൈ കാർഗോയിൽ ഇലക്ട്രിക്കൽ ഓഫീസർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രെയിനിങ് ETOനൊക്കെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ $400 മുതൽ $600 വരെയൊക്കെയാണ് ഡ്രൈ കാർഗോയിൽ കൊടുക്കുന്നത്. ടാങ്കേഴ്സിലേക്കാണെങ്കിൽ നമ്മൾ ഏകദേശം $500 മുതൽ $1000 വരെ ട്രെയിനിങ് ETOനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇല്ല ഇനിയിപ്പോ ETO സീനിയർ ETO അതായത് എക്സ്പീരിയൻസ് COC ഒക്കെ എടുത്തിട്ട് വരുന്ന ETO ആണെങ്കിൽ ഡ്രൈ കാർഗോ ഷിപ്പിൽ നമുക്ക് കൊടുക്കുന്നത് $2000 മുതൽ $4000 വരെയാണ് സാലറി കൊടുക്കുന്നത്. പക്ഷെ ടാങ്കറിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ ETOന് $4000 മുതൽ $8000 വരെയൊക്കെ സാലറി കിട്ടാറുണ്ട്. അടുത്തത് വരുന്നത് ഗ്യാസ് എഞ്ചിനീയർ ആണ്. അപ്പൊ ഗ്യാസ് എഞ്ചിനീയർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഗ്യാസ് എഞ്ചിനീയർ വരുന്നത് LPG LNG ടാങ്കറിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവരുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം നമ്മളെ ഇലക്ട്രിക്കൽ ഓഫീസേഴ്സ് പോലെ തന്നെ. ഇവർക്ക് വരുന്ന സാലറി എന്ന് പറയുന്നത് ഗ്യാസ് ടാങ്കിൽ ഓഫ് കോഴ്സ് ഗ്യാസ് ടാങ്കിൽ എപ്പോഴും സാലറി കൂടുതലായിരിക്കും. ഗ്യാസ് ടാങ്കേഴ്സിൽ ഗ്യാസ് എഞ്ചിനീയർക്ക് കിട്ടുന്ന സാലറി $4000 മുതൽ $10,000 വരെയാണ് സാധാരണ ഗ്യാസ് എഞ്ചിനീയർക്ക് കിട്ടാറ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഏകദേശം കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. സോ എന്തായാലും ഇനിയും അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോസിനായിട്ട് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.